ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫെസ്റ്റ്. ഇതിഹാസമാവട്ടെ ഓരോ വിവാഹവും. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ഓൾസോ അറ്റ് കാഞ്ഞങ്ങാട്, പയ്യന്നൂർ, കണ്ണൂർ ആൻഡ് ഇരിട്ടി. സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിലേക്കുള്ള സ്വർണ്ണക്കപ്പ് യാത്രയ്ക്ക് പട്ടാമ്പിയിൽ ഊഷ്മളമായ സ്വീകരണം. പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു ജില്ലാതല സ്വീകരണം ഒരുക്കിയത്. 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ കോഴിക്കോട് നിന്നും പ്രയാണം ആരംഭിച്ച മലപ്പുറത്തിന്റെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയത് പാലക്കാടിന്റെ നെൽവയലുകൾ പൂത്തെളിയുന്ന പാലക്കാടിന്റെ ഹൃദയമായ സ്നേഹഭൂമികയായ പാലക്കാടിന്റെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാനിവ പട്ടാമ്പിന്റെ മണ്ണിലെത്തിച്ചു വരുമ്പോൾ തന്നെ ഏറ്റവും വലിയ കലാമാമാകത്തിന്റെ സമ്മാനമായ 117 കൊല്ലത്ത് വെച്ച് നടക്കുന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്ക് സമ്മാനിക്കുന്ന സ്വർണ്ണക്കപ്പ് വഹിച്ചുള്ള യാത്രയ്ക്കാണ് പട്ടാമ്പിയിൽ സ്വീകരണമൊരുക്കിയത്. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ കോഴിക്കോട് നിന്നുമാണ് ചൊവ്വാഴ്ച രാവിലെ യാത്ര ആരംഭിച്ചത്. ജില്ലാ അതിർത്തിയായ തിരുവേഗപ്പുറ നരിപ്പറമ്പ് സ്കൂളിൽ നിന്നും DDE മനോജ് കുമാർ യാത്രയെ ജില്ലയിലേക്ക് സ്വീകരിച്ചു. ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയായിരുന്നു യാത്രയ്ക്ക് പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വരവേൽപ്പ് നൽകിയത്. തുടർന്ന് നടന്ന ചടങ്ങ് മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ബഹുമാന കലോത്സവം എന്നുള്ള നിലക്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ കുട്ടികളുടെ സ്കൂളിലെ കലോത്സവം. ഏറ്റവും കൂടുതൽ കലാകാരന്മാർ മാറ്റുരക്കുന്ന, വളരെ ചിട്ടയോടുകൂടി സ്കൂൾ തലം മുതൽ ഉപജില്ല, റവന്യൂ ജില്ല, അതുപോലെ സംസ്ഥാന തലം വരെ നടക്കുന്ന ഏറ്റവും മികച്ച കലയുടെ ഉത്സവമാണ് നമ്മുടെ കലോത്സവം. വലിയ മത്സരങ്ങൾ മാത്രമല്ല, സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള നിലക്ക് നമ്മുടെ ചെറുപ്പക്കാര് കുട്ടികളുടെ ഏറ്റവും മികച്ച സാംസ്കാരിക പ്രവർത്തനത്തിന്റെ അടയാളം കൂടിയാണ് സ്കൂൾ കലോത്സവം. അതിന്റെ ട്രോഫി നമുക്കെല്ലാവർക്കും അറിയാം. ഈ സ്വർണ്ണക്കപ്പ് ചരിത്രത്തിന്റെ ഭാഗമാണ്. മഹാകവി വൈലോപ്പിള്ളി അടക്കമുള്ളവരുടെ അടയാളപ്പെടുത്തലോടുള്ള ഏറ്റവും മികച്ച ട്രോഫിയാണ്. സാക്ഷാൽ സ്വർണ്ണക്കപ്പ് എന്ന് പറഞ്ഞാൽ സ്വർണം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വിലപിടിപ്പുള്ള, ഒരുപാട് ചരിത്രമുള്ള ട്രോഫിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി. DDE മനോജ് കുമാർ, AEO K സജിത് കുമാർ, മറ്റ് ജനപ്രതിനിധികൾ, PTA ഭാരവാഹികൾ, അധ്യാപകർ, വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു.